ഇല്ല. മാരിഫത്തുള്ള ആൾ തെറ്റിനു വേണ്ടി വാദിക്കൂല. ഇപ്പം തെറ്റിൻ്റെ പക്ഷത്ത് ഇൽമുള്ള ആൾ നിൽക്കും. അതാണ് ഇന്നത്തെ പ്രശ്നത്തിൻ്റെ മുഴുവനും ആധാരവും. ഞാൻ അങ്ങോട്ട് പോണില്ല. എന്താണ് നിലവിലുള്ള പ്രശ്നത്തിൻ്റെ കാരണം? ഇൽമുള്ള ആളുകൾ, ജനങ്ങൾ ആദരിക്കുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന ആളുകൾ, പക്ഷെ അവർക്ക് എന്തില്ല? ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് തെറ്റിൻ്റെ പക്ഷത്താണ് അവർ നിലകൊള്ളുന്നത്. നമ്മൾ കാണുന്ന ഭൂരിപക്ഷം ആളുകളും തെറ്റിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അവരിൽ ചില ശരിയുണ്ടാവും, അതിൽ ശരിയുള്ളവരില്ലേ ഉണ്ടാവും, പക്ഷെ അതിനടിയിലും ചില തെറ്റുണ്ടാവും. ആ തെറ്റിനെ അവർ ന്യായീകരിക്കും. എന്താ കാരണം? മാരിഫത്തില്ലായ്മ. മാരിഫത്തുണ്ടെങ്കിൽ തെറ്റിനെ ന്യായീകരിക്കില്ല. തെറ്റ് മനുഷ്യനിൽ സംഭവിച്ചു, പക്ഷെ ന്യായീകരിക്കലും തെറ്റ് സംഭവിക്കുന്ന രണ്ടാണ്. അപ്പോൾ ഒരു സ്വഹാബിയിൽ തെറ്റ് സംഭവിച്ചു, വ്യഭിചരിച്ചു. ഞാൻ സ്വഹാബി മോഷ്ടിച്ചൂടെ? മോഷ്ടിക്കാം. ഒരു സ്വഹാബി വ്യഭിചരിച്ചു, ഉദാഹരണം. സ്വഹാബിയായി, തെറ്റല്ലേ അത്? വലിയറ്റാണ്. സംഭവിച്ചില്ലേ? സംഭവിച്ചു, പക്ഷെ ന്യായീകരിച്ചില്ല. ആരും അറിയണതിന് മുമ്പ് തന്നെ ആ ആളാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഇത് അറിയിച്ച് എന്നെ കൊല്ലണം എന്ന് പറയുന്നത്. ഭാര്യയും കുട്ടികളുള്ള ഞാൻ വ്യഭിചരിച്ചപ്പോൾ ഇന്നെ വെറുതെ വിടാൻ പാടില്ല, എന്നെ നിയമം നടപ്പിലാക്കി കൊല്ലണം. ഇത് പറഞ്ഞത് ആരാണ്? ആ തെറ്റ് ചെയ്ത വ്യക്തി തന്നെ. എന്താണ് കാരണം? അതാണ് മാരിഫത്ത്. ആ മാരിഫത്ത് എവിടെ നിന്ന് കിട്ടി? മിൻ അൻവാരിൻ നബിയിൽ മുസ്തഫ നബിയുടെ അൻവാറിൽ നിന്ന് കിട്ടി. ആ പ്രകാശം ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വീശിയടിച്ചിട്ടുണ്ട്. ഞാൻ മനുഷ്യൻ തെറ്റ് ചെയ്യൂലേ? ചെയ്യും. എന്ത് ചെയ്യൂല? പറയാം, എന്ത് ചെയ്യില്ല? ന്യായീകരിക്കൂല. അതാണ് മാരിഫത്ത്. ഇൽമുണ്ടാവും, തെറ്റ് ചെയ്യും. മാരിഫത്തുണ്ടായാലും തെറ്റ് ചെയ്യും, പക്ഷെ ഇൽമുണ്ടായ തെറ്റ് ചെയ്യുകയും ന്യായീകരിക്കുകയും ചെയ്യും. മറ്റൊരാളെ തെറ്റിനെ ന്യായീകരിക്കും, സ്വന്തം തെറ്റിനെ ന്യായീകരിക്കും, മറ്റുള്ളവരെ ന്യായീകരിക്കും. തെറ്റിൻ്റെ പക്ഷത്ത് നിൽക്കും. തെറ്റിൻ്റെ പക്ഷത്ത് നിൽക്കുക. മനസ്സിലാവേണ്ട പറഞ്ഞത് വളരെ ചിന്തിക്കണം. അത് മനുഷ്യന് ഒരു കാലം അങ്ങനെ വന്നുപോയി. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ വിവരം പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും വിവരമുണ്ട്. വളരെ ചിന്തിക്കണം. ഇപ്പം നമ്മളെ ക്ലാസ്സിലുമായി ബന്ധപ്പെടുന്ന ഒരു കുടുംബം, നമ്മളെ ക്ലാസ്സുമായി ബന്ധപ്പെടുന്ന ഒരു കുടുംബം വളരെ വേദനയോടുകൂടെ ഈ കഴിഞ്ഞ ആഴ്ച പിന്നെ എന്നോട് ബന്ധപ്പെട്ടു. എന്താ പ്രശ്നം? അവരുടെ കുട്ടി ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ രക്ഷകർത്താക്കളുടെ യോഗം വിളിച്ചു. ആ സ്ഥാപനം അങ്ങനെ രക്ഷകർത്താക്കളൊക്കെ ഒരുമിച്ച് കൂടി. അപ്പോൾ രക്ഷകർത്താക്കളോട് പിന്നെ അവിടുത്തെ പ്രസിഡിയം, അവിടുത്തെ നേതാക്കന്മാർ, അധികാരികൾ പറഞ്ഞു, എന്ത് ഇന്നാലിന്ന തങ്ങളെ അംഗീകരിക്കാത്ത ഒരു കുട്ടികളെയും കൊണ്ട് പോയിക്കോളി, അവരവിടെ പഠിപ്പിക്കൂല. ഏത് തങ്ങൾ എന്തെന്ന് ഞാൻ പറയുന്നില്ല, എന്താണെങ്കിലും അതേത് തങ്ങളാണെങ്കിലും അതിനെന്ത് ന്യായമാണ്? എന്ത് ന്യായമാണ്? കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നവർ അതൊരു തെറ്റാണ്. കുട്ടികൾക്ക് അതിൻ്റെ തിരിച്ചറിവില്ല. അപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നവർ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കൂല, കൊണ്ടുപോയിക്കൊള്ളുന്ന പറഞ്ഞാൽ ഓക്കെ. ഈ സ്ഥാപനത്തിൽ ഒരു യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം പാലിക്കാത്ത ആളുകൾ കുട്ടികളെ കൊണ്ടുപോയിക്കൊള്ളുന്ന പറഞ്ഞാൽ ഓക്കെ. ഇവിടെ വിളിച്ചാൽ ഞങ്ങൾ മാസത്തിലൊരു യോഗം വിളിക്കും, വിളിച്ചാൽ വരാത്ത ആളുകൾ കുട്ടികളെ കൊണ്ടുപോയിക്കൊള്ളുന്ന പറഞ്ഞാൽ അതും ഓക്കെ. ഇവിടുന്ന് കൊടുക്കുന്ന ഭക്ഷണം പിന്നെ കഴിക്കാതെ പുറത്തുപോയി ഹോട്ടലിൽ പോയി സ്ഥിരം തിന്നാൻ മെനക്കെടുന്ന കുട്ടികളെ വാപ്പാർ കുട്ടികളെയും കൊണ്ടുപോയിക്കൊള്ളും, അതും ഓക്കെ. ഇന്നാലിന്ന തങ്ങൾ അംഗീകരിക്കാത്തവരൊക്കെ കുട്ടികളെ കൊണ്ടുപോയിക്കൊള്ളും എന്നൊരു സ്ഥാപനം ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് രക്ഷാകർത്താക്കളെ വിളിച്ചു കൂട്ടി മലപ്പുറം ജില്ലയിൽ പറഞ്ഞു. അപ്പോൾ ആ കുടുംബം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ എന്താ തീരുമാനമൊക്കെ ഉണ്ട്, ഞങ്ങൾ വളരെ വിഷമത്തിലാണ്. ഞങ്ങൾക്കത് അംഗീകരിക്കുമെന്നും അംഗീകരിക്കില്ല എന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അവർ എന്തൊക്കെ പറയുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതേസമയത്ത് ഞങ്ങളെ കുട്ടികളെ പഠിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഇതെന്താ പ്രശ്നം? ഇതിപ്പോൾ ആരാ പറയുന്നത്? ആരാ പറയിപ്പിക്കുന്നത്? ഇതിവിടെ ഇത് യോഗം വിളിച്ചിട്ട് പറയുന്നത് ആരാ? പണ്ഡിതന്മാർ എന്ന് തലയെക്കെട്ടുള്ളവർ. സമസ്തയുടെ കേന്ദ്ര മുഷാവറയിൽ പോലും അങ്ങനത്തെ ഉള്ളവർ. എന്തവർക്ക് സംഭവിച്ചത് അവർക്ക് ഈ ഡാറ്റാസ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അവർക്ക് ആത്മജ്ഞാനം ഉണ്ടായില്ല. അതാ പ്രശ്നം.
ഞാൻ ആക്ഷേപിച്ചിട്ട് കണക്കൊക്കെ ഇതൊക്കെ സാമൂഹിക വിമർശനങ്ങൾ സ്വാഭാവികമായി എൻ്റെ ക്ലാസ്സിലുണ്ടാവും. എന്തുകൊണ്ട്? എൻ്റെ ക്ലാസ് അങ്ങനെയാണ്. സാമൂഹിക വിമർശനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവും. ഞാൻ കെതി കൂട്ടി പറയാൻ വേണ്ടി വന്നതുമല്ല. വന്നപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. മാരിഫത്ത് ഇതിപ്പോൾ ഒരു തെറ്റിനെ ന്യായീകരിക്കല. ഉദാഹരണം പറഞ്ഞു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മേൽ വേണമെങ്കിൽ പറയാം. ഞാനിന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇശ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ നോക്കാതെ കടന്നുറങ്ങണം എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് അംഗീകരിക്കാത്തവരൊക്കെ കുട്ടികളെ കൊണ്ട് പോയിക്കൊള്ളു. അതും ഓക്കെ. എന്തുകൊണ്ട്? അതിനൊരു അടിസ്ഥാനമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശ. ഇശ കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറയുന്നു റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അത് തങ്ങൾ തീരുമാനിച്ചു. ഒരു തങ്ങന്മാർക്കൊക്കെ തീരുമാനിക്കാം. അയ്യോ അസുഖമായി കിടക്കണം ഞാൻ പറയില്ല. തങ്ങൾ പറഞ്ഞാൽ നാട്ടുകാർ ഒന്നും കൂടി സ്വീകരിക്കും. പക്ഷെ തങ്ങൾക്കാദ്യം അത് ഓഫാക്കണം തോന്നണം. അപ്പോൾ തങ്ങളാണ് ആദ്യം കൊടുക്കുക. ഞാൻ ഒന്നും കൂടി പറയാം. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മേൽ അതിന് പറ്റാത്തൊരു കുട്ടികളെ കൊണ്ടുപോയിക്കൊള്ളു എന്ന് പറഞ്ഞാൽ അത് നല്ല വാക്കാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? തങ്ങൾ എല്ലാ മുസ്ലിങ്ങളും, കേരളത്തിലെ മുസ്ലിമീങ്ങളെല്ലാം, എൻ്റെ കീഴിലുള്ള ആളുകളെല്ലാം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ശുദ്ധിയുള്ള സ്ത്രീകളും പുരുഷന്മാരും മൊത്തത്തിലും ഒരു ജുസ് ഖുർആൻ ഓതണം എന്ന് തങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി എന്ന് സങ്കല്പിക്കുക. മനസ്സിലാണ്ടോ പറഞ്ഞത്? അപ്പം നമ്മൾ എന്ത് വിളിച്ചാണ് പറഞ്ഞു? ഇപ്പം ദാറുൽ ഖുർആനിൽ വിളിക്കാം. എന്താ തങ്ങൾ ഇന്നാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് പറ്റാത്തൊരു കുട്ടികളെ കൊണ്ടുപോയി അത് പറയാം. എന്തുകൊണ്ട്? അതൊരു ധാർമ്മികതയാണ്. അതിനൊരു അടിസ്ഥാനമുണ്ട്. സുബഹി നിസ്കരിച്ച് ഖുർആൻ ഓതലിനെ ഹബീബ റസൂലുള്ളാഹ് വളരെ പ്രശംസിച്ച എത്രയോ ഹദീസുകൾ കാണാം. ദിവസം ഒരു ജുസ് ഖുർആൻ ഓതാത്ത ബാപ്പമാരെ മക്കളെ ഈ സ്ഥാപനത്തിൽ ഇനി പഠിപ്പിക്കൂല, എൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലും പഠിപ്പിക്കൂല എന്ന് തങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയെന്ന് സങ്കല്പിക്കുക. അപ്പം രക്ഷിതാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഓരോ സ്ഥാപനക്കാർക്കും എന്ത് പറയാം? തങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഖുർആൻ ഓതാത്തവർ ഒരു സുബൈക്കാലും ഇഷാക്കാലും ലൂറിനാണെങ്കിലും പലർക്കും പല നേരത്തേക്ക് പണിയും. മീൻ മാർക്കറ്റ് പണിയെടുക്കും, സുബൈക്ക് പണിയെടുക്കും. അപ്പോൾ ഖുർആൻ ഓതാൻ കഴിയില്ല. എന്നാൽ ലൂറിന് ശേഷം ഓതാ പോലെ പണി 10 മണിക്ക് തീരും. അപ്പോൾ ഒരു ദിവസം ഖുർആൻ ഓതാത്ത ഒരാളും എൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികൾ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അനുയായികളായോ വേണ്ട എന്ന് ഒരു തങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയെന്ന് സങ്കല്പിക്കുക. ഒരു നേതാവായ സയ്യിദ് ആയിക്കോട്ടെ, അത് നമുക്ക് വിളിച്ചു പറയാം. എന്ത് കൃത്യമാണ്, ശരിയാണ് പറഞ്ഞത്. ഞങ്ങളതിനെ അംഗീകരിക്കുന്നു. ഒരു ജുസ് ഖുർആൻ ഓതാത്ത ഒരാളും ഞങ്ങളുടെ സ്ഥാപനത്തിൽ കുട്ടികൾ പഠിപ്പിക്കരുത്. കാരണം ഞങ്ങൾ നേതാവ് അത് കർശനമായി പറഞ്ഞിട്ടുണ്ട്. അവിടെയും നമുക്ക് പറയാം. എന്തതിൻ്റെ പിന്നിൽ? ഇതിൻ്റെ പിന്നിൽ പക്ഷപാതിത്വം. ഇതിൻ്റെ പിന്നിൽ എന്താണ്? അള്ളാഹിൻ്റെ കോപത്തെ വാരിക്കൂട്ടൽ. ആരാത് ചെയ്യണത്? തലയെ കെട്ടിയ മൂല്യന്മാർ, അക്കൂട്ടത്തിൽ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ വരെയുണ്ട്. നിങ്ങൾ എന്താ കണക്കാക്കണം? എന്ത് കണക്കാക്കോളൂ? നിങ്ങൾ എന്ത് കണക്കാക്കലും എനിക്ക് രോമത്തിന് വില വെക്കൂലാണ്. നിങ്ങൾ ഇതൊക്കെ എന്ത് അടിസ്ഥാനമാണ്? എന്തവർക്കും ഇതൊക്കെ ഇത് തെറ്റിനെ ന്യായീകരിക്കലാണ്. കാരണം തങ്ങൾ ഇപ്പം എന്താ പറഞ്ഞത്, ഇനി എന്താ പറയുന്നത് അറിയില്ല. നബി അല്ലല്ലോ തങ്ങൾ, പറഞ്ഞാൽ നബി അല്ലല്ലോ. അങ്ങനെയാണോ? തങ്ങളെന്ന് പറഞ്ഞാൽ നബിയാണോ? മൂല്യര് നബിയാണോ? ഞാലിൻ്റെ മൂല്യര് പറഞ്ഞ മുഴുവനും വിഴുങ്ങാൻ നമുക്ക് എന്ത് ബാധ്യതയുള്ളത്? അങ്ങനത്തെ തെറ്റൊക്കെ ഈ അടുത്ത കാലത്ത് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇപ്പം നിങ്ങൾ പറയാൻ പാകപ്പെടാത്തത് കൊണ്ടും ഉണ്ടാക്കുകയാണ്. നമുക്ക് ഒരുപാട് തെറ്റിട്ടുണ്ട്. ഒരു മൂല്യര് പറഞ്ഞ മുഴുവൻ വിഴുങ്ങണം എന്ന ബാധ്യത എന്താണ് ഉമ്മത്തിനുള്ളത്? അത് ഏത് മൂല്യരായാലും വേണ്ടില്ല. എന്തുകൊണ്ട്? ഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ ഇല്ലാ ഖൗലു സ്വഹാബി ഹാദൽ ഖബർ എന്ന് ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ വാക്കുവരെ നിങ്ങൾ സ്വീകരിക്കണം എന്നില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അവർക്ക് തെറ്റൊന്നല്ല, പറ്റൂല എന്നല്ല. അവരൊന്നും മഅ്സൂമിങ്ങളല്ല. മഅ്സൂമിങ്ങൾ 1,24,000 മാത്രമാണ്. ഞാൻ തെറ്റുവാദിച്ചു എന്ന് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞിട്ടില്ലേ? ഞാൻ തെറ്റുവാദിച്ചു. ആരുടെ മുന്നിൽ? ഉമറുൽ ഖത്താബിൻ്റെ മുന്നിൽ. പിന്നെ ഞാൻ തെറ്റ് ബോധ്യപ്പെട്ടു. അല്ലാഹു ശറഹ സദ്രി ലിമാ ശറഹ സദ്ര ഉമർ ബിൻ ഖത്താബിന് അല്ലാഹു നേരത്തെ വെളിച്ചം കൊടുത്തു. ആ വെളിച്ചം എനിക്കെത്താൻ കുറച്ച് നേരം വൈകി. അതുവരെ ഞാൻ എന്തു വാദിച്ചു? തെറ്റുവാദിച്ചു എന്ന് ആര് പറഞ്ഞു? ഇത് നബി പറയില്ല, ഇത് റസൂൽ അറിയില്ല. എന്തുകൊണ്ട്? റസൂൽ വഹയുണ്ട്, സിദ്ദീഖുൽ അക്ബർ വഹയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? തിരിച്ച് ഉമർ ബിൻ ഖത്താബ് തെറ്റുവാദിച്ചു. എൻ്റെ
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ഖിബിലയാകയ നമ്മളെപ്പോൾ നിസ്കരിക്കുന്ന ജനതയോട് എന്തിനാണ് സിദ്ദീഖ് യുദ്ധത്തിന് പുറപ്പെടുന്നത് എന്ന് ചോദിച്ചു. സിദ്ദീഖുൽ അക്ബറിനോട് ആര്? ഇത് തെറ്റിന്റെ പക്ഷത്തിൽ നിൽക്കലാണ്, തെറ്റ് വാദിക്കലാണ്. പക്ഷത്തിൽ നിൽക്കാൻ തന്നെ തെറ്റ് വാദിച്ചു, പക്ഷെ പെട്ടെന്ന് തിരുത്തി ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പം ആദ്യം തെറ്റ് പറഞ്ഞുപോയി ആര്? സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്തേ പറ്റൂലേ? പറ്റും. എന്തുകൊണ്ട്? അവർക്ക് എന്തില്ല? പറയാം, അവർക്ക് എന്തില്ല? വഹിയില്ല. അവരാരല്ല? മഅസൂമീങ്ങളല്ല. പിന്നെന്താ? ഒരു മൂല്യർ പറഞ്ഞ മുഴുവൻ ഒരു ജനത ഒരു മൂല്യർ പറഞ്ഞാൽ പിന്നെ അതിൽ തെറ്റ്, പിന്നെ അത് അംഗീകരിക്കൽ വാജിബ. അത് എവിടുത്തെ ന്യായ? ഈ മൂല്യർ ആരാണെങ്കിലും വലൂക്കാന കണ്ണിയത്തൻ. ഇതൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്ക് വന്ന അബദ്ധങ്ങളാണ്. അതിൽ പിന്നെ പുനഃപരിശോധന ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന് നിങ്ങൾക്ക് നമ്മൾ അതിലൊന്നും അവരെ അപമതിക്കും വേണ്ട. ഒരു മൂല്യർക്ക് തെറ്റിക്കൂടെ? തെറ്റൊറ്റ അതുകൊണ്ട് അവർ മോശമാവോ? ഇല്ല. ഒരു മൂല്യർക്ക് തെറ്റ് പറ്റൂലേ? പറയേ പറ്റും. മഖ്ദൂം റളിയല്ലാഹു അൻഹു തെറ്റൊറ്റൂലേ? പറ്റും. അതുകൊണ്ട് അവർ മോശക്കാരനാവോ? ഇല്ല, ഒരിക്കലുമില്ല. എന്താ ഒരു മഹാനായ മനുഷ്യൻ തെറ്റൊറ്റൽ? അവരെ കിതാബിൽ അവർ എഴുതിയ തെറ്റായിപ്പോയി, അങ്ങനെയും വന്നോളൂ. അങ്ങനെയും വരാം. എന്തുകൊണ്ട്? അവർക്കൊന്നും എന്തില്ല, വഹയില്ല. നല്ലോണം ചിന്തിക്കണം. അതുകൊണ്ട് അവരെ സ്ഥാനോട്ട് പോകില്ല. ഇപ്പം നമ്മളിപ്പോൾ